ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് നോക്കുന്ന ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക്. നമ്മളിപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് നോർമൽ ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ സിംഗിൾ കോളം അല്ലെങ്കിൽ സിമ്പിൾ ക്യാഷ് ബുക്ക് പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്ക് പഠിച്ചു അല്ലേ. ഇന്ന് നമ്മൾ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ക്യാഷ് ബുക്ക് പഠിക്കാൻ പോകുന്നത് ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്കാണ്, അല്ലെങ്കിൽ ക്യാഷ് ഡിസ്കൗണ്ട് ആൻഡ് ബാങ്ക് കോളംസ് ഉള്ള ക്യാഷ് ബുക്ക് എന്ന് പറയും. ആദ്യത്തേൽ നമ്മളുടെ ഒരു എമൗണ്ട് കോളം ഉണ്ടായിരുന്നുള്ളൂ, ക്യാഷിൻ്റെ കാര്യങ്ങൾ മാത്രം എഴുതും. രണ്ടാമത്തെ ഡബിൾ കോളം വന്നപ്പോൾ ഡിസ്കൗണ്ടും എഴുതാനുണ്ടായിരുന്നു, ക്യാഷും എഴുതാനുണ്ടായിരുന്നു. ഇനി ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്കിൽ ഒരു എക്സ്ട്രാ കോളം കൂടി വരും, ബാങ്ക് കോളം, അതായത് ബാങ്കിലെ കാര്യങ്ങളും കൂടി എഴുതാൻ. ഇപ്പോൾ ബിസിനസ്സുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻറ്റ് അക്കൗണ്ടൊക്കെ ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിൻ്റെ കാര്യത്തിന് സെപ്പറേറ്റ് ഒരു ബുക്കോ അല്ലെങ്കിൽ ലെഡ്ജറോ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യേണ്ട. ഈ ഒരു ക്യാഷ് ബുക്കിൽ തന്നെ ക്യാഷിൻ്റെ കാര്യങ്ങളും എഴുതാം, ബാങ്കിൻ്റെ കാര്യങ്ങളും എഴുതാം, ഡിസ്കൗണ്ടിൻ്റെ കാര്യങ്ങളും എഴുതാം. അപ്പോൾ 3 കോളമുള്ള ക്യാഷ് ബുക്ക് ആയതുകൊണ്ടാണ് ഇതിനെ ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 3 കോളം ക്യാഷ് ബുക്ക് എന്നും പറയും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ഓപ്പണിംഗ് ബാലൻസ്, അതായത് ഒരു പെർട്ടിക്കുലർ പീരീഡിൻ്റെ ബിഗിനിങ്ങിൽ ഉണ്ടാകുന്ന ക്യാഷ് ബാലൻസ് അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ്, അത് ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ റിസീപ്റ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെബിറ്റ് സൈഡ് അല്ലെങ്കിൽ റിസീപ്റ്റ് സൈഡ്, നമ്മളുടെ റൈറ്റ് സൈഡ് അല്ലെങ്കിൽ അക്കൗണ്ടിൻ്റെ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് സൈഡ്. അപ്പോൾ ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും കോളത്തിൽ എഴുതുമ്പോൾ ഓപ്പണിംഗ് ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞ് എഴുതുക, ബാങ്കിൻ്റെയും ക്യാഷിൻ്റെയും. ഡിസ്കൗണ്ടിന് ബാലൻസിങ് ചെയ്യില്ല. നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്ക് ചെയ്തപ്പോൾ പറഞ്ഞു, ഡിസ്കൗണ്ടിന് നമ്മൾ ടോട്ടൽ ചെയ്തിടുള്ളൂ, ആ കോളം നമ്മൾ ടോട്ടൽ ചെയ്തിടുള്ളൂ, ബാലൻസ് ചെയ്യില്ല. അതുകൊണ്ട് ബാലൻസ് ബ്രോട്ട് ഡൗൺ ഒന്നും എഴുതേണ്ട കാര്യമില്ല. അതേസമയം ക്യാഷിൻ്റെ കോളം നമ്മൾ ബാലൻസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു എക്സ്ട്രാ കോളം വരും ബാങ്കിൻ്റെ. അപ്പോൾ എന്തെങ്കിലും ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ ടു ബാലൻസ് ബ്രോട്ട് ഡൗണും ക്ലോസിംഗ് ബാലൻസ് ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്നും പറഞ്ഞ് എഴുതുക. അപ്പോൾ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ട അതാണ്. രണ്ടാമത്തെ, ക്യാഷ് റിസീവ് ചെയ്യുമ്പോൾ ക്യാഷ് കോളം 3 കോളം ഉണ്ട്, ഡിസ്കൗണ്ട് കോളം, ക്യാഷ് കോളം, ബാങ്ക് കോളം. ക്യാഷ് റിസീവ് ചെയ്യുമ്പോൾ ക്യാഷ് കോളം, അതായത് ഡെബിറ്റ് സൈഡ് അല്ലെങ്കിൽ റിസീപ്റ്റ് സൈഡിൽ ക്യാഷ് കോളത്തിൽ ക്യാഷ് റിസീവ് ചെയ്ത് എഴുതുക. ഇനി ക്യാഷ് പേ ചെയ്യുകയാണ് ബിസിനസ്, പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് സൈഡ്, അതായത് നമ്മൾ റൈറ്റ് സൈഡ് അല്ലെങ്കിൽ അക്കൗണ്ടിൻ്റെ റൈറ്റ് സൈഡ്, അല്ലെങ്കിൽ അതിന് നമ്മൾ ക്രെഡിറ്റ് സൈഡ് എന്ന് പറയും, ആ സൈഡിൽ ക്യാഷ് കോളത്തിൽ എഴുതുക. ഡിസ്കൗണ്ട് അലോഡും ഡിസ്കൗണ്ട് റിസീവ്ഡും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡബിൾ കോളം ചെയ്തപ്പോൾ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ കോളത്തിൽ എഴുതുക, റിസീവ് ചെയ്യേണ്ട കാര്യങ്ങൾ റിസീവിൽ എഴുതുക, അപ്രോപ്രിയേറ്റ് കോളത്തിൽ എഴുതുക. നിങ്ങൾ ഡബിൾ കോളം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ ഇനി വരാൻ പോകുന്ന ബാങ്ക് എന്ന് പറയുന്ന ഒരു കോളം കൂടി ഉണ്ടല്ലേ, 3ാമത്തെ കോളം ബാങ്കാണ്. ബാങ്കിൽ നോർമലി ചെക്ക് റിസീവ് ചെയ്യും, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് നമ്മൾ ചെക്ക് ആൾക്ക് ഇഷ്യൂ ചെയ്യും അല്ലേ, നമ്മൾ ആർക്കാണോ പേയ്മെൻറ്റ് നടന്നത് അയാൾക്ക് ഇഷ്യൂ ചെയ്യും. അപ്പോൾ ചെക്ക് നമ്മൾക്ക് റിസീവ് ചെയ്യണം അല്ലെങ്കിൽ ബിസിനസ്സിന് റിസീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, റിസീപ്റ്റ് സൈഡിൽ എഴുതും നമ്മൾ. അതായത് ബാങ്ക് കോളത്തിൽ റിസീപ്റ്റ് സൈഡിൽ ക്യാഷിൻ്റെ റിസീപ്റ്റ് സൈഡിൽ, അതായത് ലെഫ്റ്റ് സൈഡിൽ ഡെബിറ്റ് സൈഡിൽ ബാങ്ക് കോളത്തിൽ ചെക്ക് റിസീവ് ചെയ്ത് എഴുതും. സപ്പോസ് എക്സ് എന്ന് പറയുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു ആൾ ബിസിനസ്സിലേക്ക് 1000 രൂപയുടെ ചെക്ക് തന്നു. അപ്പോൾ നമ്മൾ ബാങ്ക് കോളം ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡ്, അവിടെ നമ്മൾ റിസീപ്റ്റ് സൈഡിൽ ബാങ്കിൻ്റെ കോളത്തിൽ ചെക്കിൻ്റെ എമൗണ്ട് 1000 രൂപ എന്ന് പറഞ്ഞ് എഴുതും. ഇനി ചെക്ക് നമ്മൾ ബിസിനസ് വേറൊരാൾക്ക് ഇഷ്യൂ ചെയ്യണം, നമ്മുടെ സപ്ലയേഴ്സൊക്കെ ഉണ്ടാവും, അവർക്ക് ചെക്ക് ഇഷ്യൂ ചെയ്യുകയാണ് അല്ലെങ്കിൽ റെൻറ്റ് കൊടുക്കാനുണ്ടാവും, അവർക്കൊക്കെ ചെക്ക് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പേയ്മെൻറ്റ് സൈഡ്, അതായത് റൈറ്റ് സൈഡിൽ ബാങ്കിൻ്റെ കോളത്തിൽ, ക്യാഷ് കോളത്തിലല്ല ബാങ്കിൻ്റെ, ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിൽ വരുന്നതും പോകുന്നതാണ് അല്ലേ, അപ്പോൾ ബാങ്കിൻ്റെ കോളത്തിൽ എഴുതുക. ഇനി ക്യാഷായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. 5ാമത്തെ കണ്ടീഷൻ, 5ാമത്തെ റൂൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്യാഷായിട്ട് ഇപ്പോൾ നമ്മളുടെ ബിസിനസ് വൈകുന്നേരം ക്ലോസ് ചെയ്തു, ഇപ്പോൾ ക്യാഷ് ബോക്സിൽ 5000 രൂപയുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾക്ക് പിറ്റേ ദിവസം രാവിലെ കൊണ്ടുവന്ന് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പോൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷിൻ്റെ കോളത്തിൽ 2 കോളത്തിലും വരും, ക്യാഷും ബാങ്കും ഒരുമിച്ചാണ് ഇവിടെ എഫക്റ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ക്യാഷിൻ്റെ ബാങ്കിൽ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ക്യാഷ് കോളത്തിൽ പേയ്മെൻറ്റ് സൈഡിലും ബാങ്കിൻ്റെ കോളത്തിൽ റിസീപ്റ്റ് സൈഡിലും എഴുതണം. അതായത് ക്യാഷ് നമ്മൾ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുക, അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ക്യാഷ് പേയ്മെൻ്റ് ആയിട്ട് പോവുക, അത് എവിടോട്ടാണ് പോകുന്നത്, ബാങ്കിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ക്യാഷ് പേയ്മെൻ്റ് ആയിട്ട് പോകുമ്പോൾ പേയ്മെൻറ്റ് സൈഡിൽ ക്യാഷ് കോളത്തിൽ എഴുതുക, അത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്കിൽ റിസീവ് ചെയ്യുകയാണ്, അപ്പോൾ റിസീപ്റ്റ് സൈഡിൽ ബാങ്കിൻ്റെ കോളത്തിൽ. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ തന്നെ 2 വശത്തും വരികയാണ്, ക്യാഷും ബാങ്കും. അപ്പോൾ ക്യാഷ് കോളത്തിലും വരുന്നു, ബാങ്ക് കോളത്തിലും വരുന്നു. ഒരെണ്ണം റിസീപ്റ്റ് ആണെങ്കിൽ ഒരെണ്ണം പേയ്മെൻറ്റ്. ഇവിടെ റിസീവ് ചെയ്യുമ്പോൾ ബാങ്കിലും പേ ചെയ്യുമ്പോൾ ക്യാഷിലാണ് വരുന്നത്. അപ്പോൾ ഒരു എമൗണ്ട് തന്നെ 2 കോളം ക്യാഷ് ബുക്കിൽ 2 സൈഡിൽ വരും. ഇതുപോലത്തെ അക്കൗണ്ട് അല്ലെങ്കിൽ എൻട്രീസിനെ പറയുന്ന പേരാണ്
കോൺട്രാ എൻട്രി അപ്പോൾ ക്യാഷും ബാങ്കും, ഒരെണ്ണം പേയ്മെൻറ്റ് വന്നു, ഒരെണ്ണം റെസിപ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സീന്ന് എഴുതുന്ന ഐറ്റത്തിൻ്റെ സൈഡിലായിട്ട് സീന്ന് ഇടുക. അത് സീന്ന് ഇട്ട് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ആരെങ്കിലും അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ വരുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഇത് കോൺട്രാ എൻട്രി ആണ്. ഇതിൻ്റെ തന്നെ അപ്പുറത്തെ സൈഡിലും ഒരു എമൗണ്ട് ഉണ്ടാവും, അതായത് ക്യാഷിൻ്റെ പേയ്മെൻറ്റ് സൈഡിലുണ്ടെങ്കിൽ ബാങ്കിൻ്റെ റിസീപ്റ്റ് സൈഡിലുണ്ടാവും. കോൺട്രാ എൻട്രി ആണ്, ആ എമൗണ്ട് തന്നെ അപ്പുറത്തുണ്ടാകും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓക്കെ, അത് ക്യാഷിൻ്റെ പേയ്മെൻറ്റ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ക്യാഷായിട്ട് വിഡ്രോ ചെയ്യുമ്പോഴൊക്കെ മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഓക്കെ, ഇനി ആറാമത്തെ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് ചിലപ്പോൾ ചില ബാങ്ക് ചാർജസ് ഈടാക്കും അല്ലേ, ചെക്ക് ബുക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ATM ട്രാൻസാക്ഷന് വർഷം ആനുവൽ ഒരു ചാർജൊക്കെ വരും. അങ്ങനെ വരുന്ന ബാങ്ക് ചാർജസ് ബാങ്ക് കോളത്തിൽ, ക്യാഷ് ബുക്കിൽ ബാങ്കിൻ്റെ കോളത്തിൽ പേയ്മെൻറ്റ് സൈഡിൽ കാണിക്കണം. അതുപോലെ തന്നെ ബാങ്ക് ചെക്ക് ഡിസോണർ ചെയ്തു അപ്പോഴും ഇതുപോലെ ചാർജസ് ഒക്കെ വരും, ഇതും ബാങ്കിൻ്റെ കോളത്തിൽ ക്രെഡിറ്റ് സൈഡിൽ അതായത് പേയ്മെൻറ്റ് സൈഡിൽ കാണിക്കണം. ഓക്കെ, ഇതാണ് റൂൾസ്. ഈ റൂൾസ് നമ്മൾക്കൊരു ഇല്ലസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഇത്രയും കൂടി ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാവും കേട്ടോ. ഇനി ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ 3 കോളം ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെബിറ്റ് സൈഡ് അല്ലെങ്കിൽ റെസിപ്റ്റ് സൈഡ്, റിസീവ് ചെയ്യുന്ന റെസിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൽ റിസീവ് ചെയ്യുന്ന ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് എമൗണ്ടുകളൊക്കെ എഴുതേണ്ട സ്ഥലം. ലെഫ്റ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഡെബിറ്റ് സൈഡുമാണ് അല്ലേ. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ഡേറ്റ് കോളം ഉണ്ടാവും, പെർട്ടിക്കുലേഴ്സ് കോളം ഉണ്ടാവും, കൂടാതെ ലെഡ്ജർ ഫോളിയോ കോളം ഉണ്ടാവും. നിങ്ങൾക്ക് കോൺട്രാ എൻട്രി വരുമ്പോൾ C എന്നുള്ളത് ഇവിടെ ഇട്ടാൽ മതി, C. ഓക്കെ, അപ്പോൾ ഡേറ്റ് കോളം, പെർട്ടിക്കുലേഴ്സ് കോളം, ലെഡ്ജർ ഫോളിയോ കോളം, പിന്നെ ആദ്യം എഴുതേണ്ട ഡിസ്കൗണ്ട് കോളം, പിന്നെ രണ്ടാമത് ക്യാഷ് കോളം, ബാങ്ക് കോളം. ഇതാണ് ഡെബിറ്റ് സൈഡ് കോളംസ്. എത്ര എണ്ണം വരും? 1, 2, 3, 4, 5, 6 കോളം വരും ഒരു സൈഡിൽ. അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിലും വരും അതേ കോളങ്ങൾ തന്നെ, ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, ഡിസ്കൗണ്ട്, ക്യാഷ്, ബാങ്ക്. അപ്പോൾ ക്രെഡിറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് സൈഡും ഡെബിറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസീപ്റ്റ് സൈഡും. ഓക്കെ, അപ്പോൾ ക്യാഷ് റിസീവ് ചെയ്യുന്നതും ബാങ്കിൽ റിസീവ് ചെയ്യുന്നതൊക്കെ ഇവിടെ എഴുതുക, ബാങ്കിൽ കൂടി പേയ്മെൻറ്റ് ചെക്ക് ഇഷ്യൂ ചെയ്ത് പേയ്മെൻറ്റ് നടത്തുക അല്ലെങ്കിൽ ക്യാഷ് പേയ്മെൻറ്റ് നടത്തുക അതൊക്കെ ഇവിടെ എഴുതുക. പിന്നെ ഡിസ്കൗണ്ടിൻ്റെ എഴുതാൻ അപ്രോപ്രിയേറ്റ് കോളംസ് ഉണ്ട്. അപ്പോൾ നമ്മൾക്കൊരു ഇല്ലസ്ട്രേഷൻ കാണുമ്പോൾ ഇത്രയും കൂടി ക്ലിയർ ആവും ഇതൊക്കെ. ഓക്കെ, ഇനി ബാലൻസ് ചെയ്യേണ്ട കോളം നമ്മൾ ഡബിൾ കോളം ചെയ്തപ്പോൾ പറഞ്ഞു ബാലൻസ് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ബാലൻസ് ചെയ്യേണ്ടതുണ്ടായിരുന്നുള്ളൂ ഡബിൾ കോളത്തിൽ, ക്യാഷ് കോളം മാത്രം. ഡിസ്കൗണ്ട് കോളം നമ്മൾ ബാലൻസ് ചെയ്യില്ല, ചുമ്മാ ടോട്ടൽ ചെയ്തിടുകയുള്ളൂ അല്ലേ. ഇവിടെയും അതുപോലെ തന്നെ ഡിസ്കൗണ്ട് കോളം ഒന്നും ചെയ്യേണ്ട, ടോട്ടൽ ചെയ്തിടുക. ക്യാഷ് കോളം ബാങ്കിൻ്റെ കോളവും ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ഓക്കെ, ഇനി പോസ്റ്റിംഗ്, ഓപ്പണിംഗ് ക്യാഷ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാങ്ക് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, ടു ബാലൻസ് ബ്രോഡ് ഓൺ എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്യുക. ക്ലോസിംഗ് ബൈ ബാലൻസ് ക്യാരിഡ് എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്യുക. ഓക്കെ, രണ്ട് സൈഡും കോൺട്രാ എൻട്രീസ് രണ്ട് സൈഡിലും പോസ്റ്റ് ചെയ്യുക. ഇനി നമ്മൾക്കൊരു ഇല്ലസ്ട്രേഷൻ നോക്കാം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ എല്ലാം ഇത്തിരി കൂടി ക്ലാരിറ്റി കിട്ടും. എൻ്റെ ഫോളോയിങ് ട്രാൻസാക്ഷൻസിന് 3 കോളം ക്യാഷ് ബുക്ക്, താഴെ പറഞ്ഞേക്കുന്ന കുറേ ട്രാൻസാക്ഷൻസ് ഉണ്ട്, അതെല്ലാം ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്കിൽ എൻട്രി ചെയ്യാനാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇയർ പറഞ്ഞേക്കുന്നത് 2011 ആണ്. April 1 മുതൽ 30 വരെയുള്ള ട്രാൻസാക്ഷൻസാണ് തന്നേക്കുന്നത്. അപ്പോൾ ഒരു മാസത്തെ ട്രാൻസാക്ഷൻസാണ് നമ്മൾക്ക് എൻട്രി ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ബിഗിനിങ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ April 1, 2011 ആണ് അല്ലേ. അപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് തന്നിട്ടുണ്ട്, ബാലൻസ് അറ്റ് ബാങ്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പണിംഗ് ബാലൻസ് എങ്ങനെ എഴുതാനാണ് പറഞ്ഞത്, ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ അല്ലേ. അപ്പോൾ April 1 കോളം ആദ്യം നോക്കാം, ഡേറ്റ് കോളം, പെർട്ടിക്കുലേഴ്സ് കോളം, ലെഡ്ജർ ഫോളിയോ, ഡിസ്കൗണ്ട്, ക്യാഷ് ആൻഡ് ബാങ്ക്. അതുപോലെ തന്നെ റൈറ്റ് സൈഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിലും ഉണ്ട് സെയിം നമ്പർ ഓഫ് കോളംസ്, സെയിം ഐറ്റംസ് തന്നെ അല്ലേ. അപ്പോൾ 2011 April 1 ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, ക്യാഷ് 13,000 ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്, ബാങ്ക് 12,500 ഉണ്ട്. അപ്പോൾ ക്യാഷിൻ്റെ കോളത്തിൽ ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എഴുതുക 13,000, ബാങ്കിൻ്റെ കോളത്തിൽ ബാങ്കിൻ്റെ എഴുതുക 12,500. അപ്പോൾ അത് എഴുതി. ഇനി രണ്ടാമത്തെ ട്രാൻസാക്ഷൻ എന്താ, April 5 പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ് 9,500. ക്യാഷിനാണ് പർച്ചേസ് നടത്തിയേക്കുന്നത്. അപ്പോൾ എവിടെ എഴുതണ്ടേ, ക്യാഷ് കോളത്തിലാണ് എഴുതേണ്ടത്. എന്താ എഴുതേണ്ടത്, ജേണൽ എൻട്രി എന്തായിരിക്കും, പർച്ചേസസ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് അല്ലേ. അപ്പോൾ ക്യാഷിൻ്റെ ബൈ പർച്ചേസസ് 9,500 ബൈ പർച്ചേസസ് എവിടെ എഴുതി, ക്യാഷ് കോളത്തിൽ എഴുതി 9,500. ഇനി ക്യാഷ് സെയിൽസ്, അത് ക്യാഷിനാണ് സെയിൽ നടത്തിയേക്കുന്നത്. അപ്പോൾ ക്യാഷായിട്ട് വന്നു, അപ്പോൾ ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു സെയിൽസ് എങ്ങനെ എഴുതും ക്യാഷ് ബുക്കിൽ, ടു സെയിൽസ് 6,800. ടു സെയിൽസ് 6,800 എവിടെ എഴുതിയ, ക്യാഷ് കോളത്തിൽ എഴുതിയ. ക്യാഷ് കോളത്തിൽ എഴുതാൻ കാരണം ക്യാഷ് സെയിലാണ്, ചെക്ക് അല്ല തന്നേക്കുന്നത്, ക്യാഷാണ് തന്നേക്കുന്നത് അല്ലേ. ഇനി അടുത്ത ട്രാൻസാക്ഷൻ April 12 റെൻറ്റ് പെയ്ഡ് ബൈ ചെക്ക് വഴിയാണ് റെൻറ്റ് പേ ചെയ്തേക്കുന്നത്, അതായത് ത്രൂ ബാങ്കാണ്. അപ്പോൾ എൻട്രി എന്തായിരിക്കും, റെൻറ്റ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്, റെൻറ്റ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്. അപ്പോൾ എത്രയാണ്, 3,400 രൂപ. അപ്പോൾ ബൈ റെൻറ്റ് എവിടെ വരും, ഏത് കോളത്തിൽ വരും, ബാങ്ക് കോളത്തിൽ വരും. ബൈ റെൻറ്റ്
3,400. ഡേറ്റ് എന്നാ April 12. അപ്പം ബാങ്ക് കോളത്തിലാണ് വന്നേക്കുന്നത്, ചെക്കായിട്ട് ആണ് പേ ചെയ്തേക്കുന്നത്, അതുകൊണ്ട് ബാങ്ക് കോളത്തിൽ വന്നു. പേയ്മെൻറ്റ്, അതായത് റെൻ്റ് എന്ന് പറഞ്ഞാൽ പേയ്മെൻ്റ് ആണ് നടത്തിയത്, അതുകൊണ്ടാണ് പേയ്മെൻറ്റ് സൈഡിൽ വന്നത്, അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ വന്നു. ഓക്കെ, ബൈ റെൻറ്റ് 3,400. ഇനി അടുത്ത എന്താ, April 18th റിസീവ്ഡ് ഫ്രം മോഹൻ ബൈ ചെക്ക് 1,200. മോഹൻ ചെക്ക് വഴി 1,200 രൂപ പേ ചെയ്തു. ആൻഡ് ഡിസ്കൗണ്ട് അലൗഡ് ടു ഹിം ₹100. നമ്മൾക്ക് മോഹൻ്റെ നിന്ന് 1,200 രൂപ കിട്ടി, 100 രൂപ ഡിസ്കൗണ്ടും കൊടുത്തു. അപ്പോൾ റിസീവ് ചെയ്യുമ്പോൾ എന്താ എൻട്രി, ഇവിടെ ചെക്കായിട്ടാണ് റിസീവ് ചെയ്തേക്കുന്നത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു മോഹൻ അല്ലേ, ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു മോഹൻ. അപ്പോൾ മോഹൻ്റെ കയ്യിൽ ടു മോഹൻ ബാങ്ക് കോളത്തിൽ റിസീപ്റ്റിൽ സൈഡിൽ 1,200 ഒരു ഡിസ്കൗണ്ടും റിസീവ് ചെയ്തിട്ടുണ്ട് അല്ലേ. ആ ഡിസ്കൗണ്ട് നമ്മൾ അലോ ചെയ്തിട്ടുണ്ട് അല്ലേ. മോഹൻ 1,300 രൂപ തരേണ്ടതായിരുന്നു, പക്ഷേ 1,200 രൂപ നമ്മൾ മേടിച്ചോളൂ, അല്ലെങ്കിൽ നമ്മൾക്ക് മോഹൻ തന്നോളൂ, ബാക്കി 100 രൂപ ഡിസ്കൗണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട് കോളത്തിൽ 100 രൂപ ടു മോഹൻ, ഡിസ്കൗണ്ട് കോളത്തിൽ 100, റിസീവ് ചെയ്ത് ബാങ്ക് കോളത്തിൽ, അതായത് ചെക്ക് വഴിയാണ് കിട്ടിയത് അല്ലേ. അപ്പോൾ 1,200. ഇനി April 24 പെയ്ഡ് ടു കിരൺ ആൻഡ് കമ്പനി ബൈ ചെക്ക് ആൻഡ് ഡിസ്കൗണ്ടഡ്. അപ്പോൾ എത്രയാണ് റിസീവ് ചെയ്തത്, പേ ചെയ്തത് 4,000 രൂപ പേ ചെയ്തു. എത്ര രൂപ ഡിസ്കൗണ്ട് നമ്മൾക്ക് റിസീവ് ചെയ്തു, 150 രൂപ. അപ്പോൾ ഇതിൻ്റെ എൻട്രി എന്തായിരിക്കും, പേയ്മെൻറ്റ് നടത്തുമ്പോൾ കിരൺ ആൻഡ് കമ്പനി അക്കൗണ്ട് അറ്റർ ടു ബാങ്ക് അല്ലേ, ചെക്ക് വഴിയാണ്. അപ്പോൾ ബാങ്ക് കോളത്തിൽ എന്ത് എഴുതും, കിരൺ ബൈ കിരൺ April 24 4,000 രൂപ പേ ചെയ്തു. എത്ര രൂപ ഡിസ്കൗണ്ട് നമ്മൾക്ക് കിട്ടി, 150 രൂപ ഡിസ്കൗണ്ട് കിട്ടി. അപ്പോൾ ഡിസ്കൗണ്ട് കോളത്തിൽ 150 റുപ്പീസ് എഴുതി, ബാങ്ക് കോളത്തിൽ 4,000. ആക്ച്വലി 4,150 ആണ് നമ്മൾ പേ ചെയ്യേണ്ടിയിരുന്നത്. നമ്മൾക്ക് 150 രൂപ ഡിസ്കൗണ്ട് തന്നതുകൊണ്ട്, കിരൺ തന്നതുകൊണ്ട് 4,000 രൂപ കൊടുക്കേണ്ടി വന്നുള്ളൂ. അപ്പോൾ ബാങ്ക് കോളത്തിൽ 4,000 എഴുതി. ഇനി അടുത്ത ട്രാൻസാക്ഷൻ എന്താ, April 30 സാലറി കൊടുത്തു. സാലറി കൊടുക്കുമ്പോൾ എൻട്രി എന്താ, സാലറീസ് അക്കൗണ്ട് അറ്റർ ടു ബാങ്ക് ആണോ ക്യാഷ് ആണോ എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്യാഷ് ആയിരിക്കും. അപ്പോൾ ബൈ സാലറീസ് 1,800 രൂപ. ബാങ്കിലാണെങ്കിൽ ബൈ ചെക്കെന്നോ അല്ലെങ്കിൽ ത്രൂ ബാങ്കെന്നോ എന്തെങ്കിലും പറയും. ഇവിടെ ഒന്നും പറയാത്തതുകൊണ്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ക്യാഷാണ്. അപ്പോൾ ബൈ സാലറീസ് 1,800 രൂപ ക്യാഷ് കോളത്തിൽ എഴുതി. ഓക്കെ, ഇനി എല്ലാ ട്രാൻസാക്ഷൻ തീർന്നു അല്ലേ. ഇനി എന്ത് ചെയ്യാം, ബാലൻസ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് കോളം ബാലൻസ് ചെയ്യേണ്ട, ടോട്ടൽ എടുത്ത് എഴുതിയാൽ മതി. ഡിസ്കൗണ്ട് കോളം റിസീപ്റ്റ് സൈഡിൽ 100 രൂപ നമ്മൾ അലോ ചെയ്ത് 100 എടുത്ത് എഴുതി, ഇവിടെ 150 നമ്മൾ റിസീവ് ചെയ്ത് 150 എടുത്ത് എഴുതി. ഇനി ക്യാഷ് കോളം ബാങ്ക് കോളം ബാലൻസ് ചെയ്യണം. അപ്പോൾ ക്യാഷ് കോളത്തിൻ്റെ ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുക. 13,000 പ്ലസ് 6,800 19,800 രൂപ വരും. ടോട്ടൽ എടുത്ത് എഴുതുക, ബാലൻസ് ചെയ്യുക. 19,800 മൈനസ് 9,500 മൈനസ് 1,800. അപ്പോൾ ബാലൻസ് ക്യാഷ് എത്രയുണ്ട്, ബൈ ബാലൻസ് ക്യാരി ഡൗൺ 8,500. ഇനി ബാങ്കിൽ എത്രയുണ്ട് നോക്കാം. ഡെബിറ്റ് സൈഡിൽ ടോട്ടൽ 12,500 പ്ലസ് 1,200 13,700. അതിൽ നിന്ന് എക്സ്പെൻസ് പേ ചെയ്ത് ലെസ് ചെയ്യുക, മൈനസ് 3,400 മൈനസ് 4,000. അപ്പോൾ ബാങ്കിൽ ബാലൻസ് 6,300. അത് അടുത്ത പീരീഡ്, അതായത് April 30 വരെയുള്ളതാണ്. അടുത്ത പീരീഡ് എന്ന് പറയുമ്പോൾ May 1 സ്റ്റാർട്ട് ചെയ്യും അല്ലേ. May 1 ഇത് ബാലൻസ് ഇങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യണം. ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ 8,500 6,300. ഇങ്ങനെയാണ് ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക് ചെയ്യുക. ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്കിന് പറയുന്ന വേറൊരു പേരാണ് 3 കോളം ക്യാഷ് ബുക്ക്. അപ്പോൾ നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.